ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കരുനാഗപ്പള്ളിയിലെ 5 ഷവർമ സ്പോട്സിൽ നിന്ന് ഷവർമ വാങ്ങിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാനാണ് എൻ്റെ പരിപാടി. ആദ്യമായി തന്നെ നമുക്ക് ഷവർമാക്സിലെ ഷവർമ വാങ്ങിച്ചു. ഇത് വീട്ടിൽ കൊണ്ടുപോയി ട്രൈ ചെയ്യാം. ഇനി ഒരു ഷവർമ കൂടി വാങ്ങിക്കാനുണ്ട്. ദേ ഷവർ മേക്കറിൽ നിന്ന് കൂടി സെയിം ടർക്കിഷ് തന്നെ ഒന്നുകൂടി വാങ്ങിക്കുന്നു. അങ്ങനെ ഇതും കിട്ടിക്കഴിഞ്ഞു. ദേ ഷവർമയായി. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം, എന്നിട്ട് ഇത് ടേസ്റ്റ് ചെയ്യാം. ഷവർമയും ടർക്കിഷ് ഷവർമയാണ്. റുമാലി റൊട്ടിയിലാണ് രണ്ടും ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. ആദ്യമായിട്ട് നമ്മൾ ഷവർമാക്സിലെ ഷവർമയാണ്. അവരുടെ റാപ്പിംഗ് ഒക്കെ കൊള്ളാം. അപ്പം ഇത് സംഭവം ഇവിടുന്ന് ഇങ്ങനെ ടിയർ ഓഫ് ചെയ്തിട്ട് മുള്ളുവശം എടുത്ത് കളഞ്ഞിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ ഞാൻ മൊത്തത്തിൽ പുറത്തെടുത്തതിന് ശേഷം കഴിക്കാം. മറ്റേതൊരു ഇത്തിരി മെനക്കെട്ട പരിപാടിയല്ലേ. ഒരു ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്. നമ്മുടെ ഷവർമാക്സിലെ ഷവർമയുടെ ലെങ്ത് വേണം. ഇപ്പൊ ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. രണ്ടും കരുനാഗപ്പള്ളിയിൽ നല്ല തിരക്കുള്ള സ്ഥാപനം തന്നെയാണ്. നേരത്തെ ആദ്യത്തെ ഇൻട്രോ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ തിരക്കും കാര്യങ്ങളും ഒക്കെ. റാപ്പ് അഴിച്ചു വരുമ്പോഴത്തേക്ക് ഒരു സമയമാവുമല്ലോ. റുമാലി റൊട്ടി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാണ്. ഇതിനകത്തെ ഫ്രഞ്ച് ഫ്രൈസും ലെറ്റ്യൂസും എല്ലാം ഉണ്ട്. ലെറ്റ്യൂസിന്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് തോന്നും. മാത്രമല്ല റൊട്ടിയുടെ ഒരു വാങ്ങിച്ചിട്ടൊരു 20 മിനിറ്റേ ആയിട്ടുള്ളൂ, 20-25 മിനിറ്റ്. പക്ഷെ റൊട്ടിയുടെ ഒരു ടേസ്റ്റിന് ഇവിടെ വരുന്നു. ആ ഒരു ചിക്കന്റെ ടേസ്റ്റ് കിട്ടുന്നില്ല. ഒരു ബൈറ്റ് കൂടെ എടുത്തു വന്നാൽ ചിലപ്പോൾ ഈ മോൾ വശം ആയതുകൊണ്ടായിരിക്കാം. ഇപ്പൊ ചിക്കൻ്റെ ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല, നോട്ട് ബാഡ്. ഇനി അടുത്തത് നമുക്ക് ഷവർ മേക്കറിന്റെ ട്രൈ ചെയ്യാം. അപ്പം ഷവർ മേക്കറിലെ ഷവർമ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. സെയിം പോലെ ഞാനിത് റാപ്പ് ഷവർ മേക്കറിന്റെ റാപ്പ് കണ്ടോ. ഇതിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. കുറച്ചുകൂടി ഒരു ഇതില് സോസ് ഉണ്ടായിരുന്നില്ല. അല്ല, സോസ് ഉണ്ട് കേട്ടോ, കവറിൽ സോസ് ഉണ്ടായിരുന്നു. ഇതിന്റെ റാപ്പ് കണ്ടോ, മറ്റേതിനെക്കാട്ടി ലെങ്ത് കുറവാണ്. പക്ഷെ കുറച്ചുകൂടെ ഒത്തന്റിക് ആയിട്ട് ഷവർ മേക്കറിന്റെ ബ്രാൻഡിങ് ഒക്കെ വരുന്നുണ്ട്. അത് മറ്റേ കുത്തിത്തിരികൊന്നുമല്ല, നോർമലി നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷവർമ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനകത്തും ഈ പറയുന്ന തൊട്ട് ഫ്രഞ്ച് ഫ്രൈസും ലെറ്റ്യൂസ് പോരാത്തതിന് ഇതിനകത്ത് ടൊമാറ്റോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ഇതിനകത്ത് ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്.
മറ്റേതിൽ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ബൈറ്റിൽ തന്നെ ലെറ്റ്യൂസിന്റെ കയ്പ്പ്, റൊട്ടിയുടെ ഒരു കയ്പ്പ്, ഇത് പക്ഷെ പ്രോപ്പർലി ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു. ഒരു ബൈറ്റ് കൂടെ എടുത്ത് നോക്കാം അല്ലേ. അതെ, ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. കൊള്ളാം. കഴിഞ്ഞ ദിവസം 2 ഷവർമ ട്രൈ ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ്. കാര്യം ഒറ്റ ദിവസം തന്നെ 5 ഷവർമയും കൂടെ കഴിക്കാൻ പറ്റില്ല. അപ്പം ഇന്ന് നമ്മൾ ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത് കേക്ക്സ് ആൻഡ് കേക്ക്സ് കരുനാഗപ്പള്ളി. അവർ അവരുടെ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഫുഡ് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്, ഫുഡ് ടു ബി കൺസ്യൂംഡ് വിത്തിൻ 2 hours. അത് കൊടുത്തേക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഷവർമ എപ്പോഴും വാങ്ങിച്ചിട്ട് അപ്പം തന്നെയോ അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂറിനുള്ളിൽ കഴിച്ചില്ലെങ്കിൽ അതിനകത്ത് മയണൈസിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കേക്ക്സ് ആൻഡ് കേക്ക്സിലെ ഷവർമയാണ്. കൊള്ളാല്ലേ. ഇന്നലത്തെ പോലെ തന്നെ നമുക്ക് ഇതിനെ അതിനകത്തൊന്ന് പുറത്തെടുക്കാം. സൈസ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു, പക്ഷെ കുറച്ച് അകത്ത് കുറച്ച് സംഭവം ഉള്ളതായിട്ട് തോന്നുന്നു. ഇതാണ് കേക്ക്സ് ആൻഡ് കേക്ക്സിലെ ഷവർമ. എല്ലാം ഈ 5 ഷവർമ സ്പോട്ടുകളും റുമാലി റൊട്ടിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. കഴിഞ്ഞ 2 ഷവർമ പോലെയല്ല, ഒരു വേറെ ടേസ്റ്റ്. ലൈക്ക് ചിക്കനകത്ത് എന്തോ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്, കൊള്ളാം. ഇതിനകത്ത് ഈ പറയുന്ന വെജിറ്റബിൾസിന്റെ ഒരു കൈപ്പൊക്കെ ഉണ്ട്, പക്ഷെ അത് ആക്ച്വലി വേണം എന്നാണ് തോന്നുന്നത്. കാര്യം കഴിഞ്ഞ 2 വീഡിയോ ചെയ്തതിൽ ഇങ്ങനെ എൻ്റെ വൈഫ് പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ പറഞ്ഞല്ലോ ഷവർമാക്സിലെ ഷവർമയ്ക്ക് ഇതേ കൂട്ട ഒരു ലെറ്റ്യൂസിന്റെ ഒക്കെ കയ്പ് അനുഭവപ്പെടുന്നു, പക്ഷെ അതാണ് ആക്ച്വലി വേണ്ടതെന്നാണ് എൻ്റെ വൈഫ് പറയുന്നത്. ഇനി നമ്മുടെ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ തെക്കോട്ട്, അതായത് കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തോട്ട് വരുന്ന വഴിക്ക് കുറ്റുവട്ടം എന്നൊരു സ്ഥലമുണ്ട്. കുറ്റുവട്ടത്ത് ഒരു ചെറിയ ബേക്കറി അല്ല, വലിയ ബേക്കറിയാണ്, പക്ഷെ ബാക്കി ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബേക്കറിയാണ്. ബാക്കിയെല്ലാം ഷവർമയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ഇതുണ്ടായിരുന്നു. കേക്ക് ആൻഡ് കഫേ എന്നാണ് ബേക്കറിയുടെ പേര്. കുറ്റുവട്ടത്താണ്. പാക്കേജിങ്ങിൽ ഷവർമ, വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്നത് പണ്ട് കാലത്തായിരുന്നു. ഇപ്പോഴും അവരത് ഫോളോ ചെയ്യുന്ന അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കേക്ക് ആൻഡ് കഫേയിലെ ഷവർമയാണ്. നമുക്കിവനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിറയെ സംഭവം ഉള്ളതായിട്ട് തോന്നുന്നല്ലോ. കൊള്ളാം. ചെറിയൊരു സ്പൈസിനെസ്സും എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തും മറ്റേ ഈ പറയുന്ന കൂടെ ഫ്രഞ്ച് ഫ്രൈസും വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു ബൈറ്റ് എടുത്ത് നോക്കാം.
ചിക്കൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കൊള്ളാം. അവസാനം ഞാനൊരു കൺക്ലൂഷൻ പറയാം. ഒരെണ്ണം കൂടെ കഴിക്കാനുണ്ട്. നമ്മുടെ ബർഗി ചിക്കൻ കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റൽ. പാക്കേജിനകത്ത് സോസ് ഉണ്ട്, ടൊമാറ്റോ സോസ്. ഇതോട്ടിരിക്കട്ടെ. ബർഗിയുടെ റോളിപ്പോ ഇത് എവിടുന്നാ തുറക്കുക? എല്ലായിടത്തും കുത്തിക്കയറ്റി വെച്ചേക്കാണ് കേട്ടോ. ഇപ്പൊ എന്തായാലും പുറത്തു വന്നു. ഇത് റൗണ്ട് ഷേപ്പിനെക്കാട്ടി ഒരു ഇത് ചെയ്ത് കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്നു. ഒന്ന് കഴിച്ചു നോക്കാം. ഇതില് ഫ്രഞ്ച് ഫ്രൈസ്, ടൊമാറ്റോ, ഉള്ളിയും ഉണ്ട് കേട്ടോ. ഈ ഉള്ളിയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് ഡിഷിന്റെ കൂടെ ഉള്ളി ഇട്ടാലും ഉള്ളിയുടെ ടേസ്റ്റ് അതിലോട്ട് മാറുന്നുണ്ട്. പക്ഷെ ഇത് ഉള്ളി ചവച്ചപ്പോൾ തന്നെ എനിക്ക് കിട്ടി. ഉള്ളി ഇട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അത് ആദ്യത്തെ അനുഭവമാണ്. ഒരു ബൈറ്റ് കൂടെ എടുത്ത് നോക്കാം. നമ്മളിപ്പോൾ 5 ഷവർമ ടേസ്റ്റ് ചെയ്തു, 5 സ്പോട്ട് ചെയ്യുന്നു. ഒന്ന് ഷവർമാക്സ്, ഷവർമേക്കർ, കേക്ക് ആൻഡ് കഫേ, ബർഗി, കേക്ക്സ് ആൻഡ് കേക്ക്സ്. ഇങ്ങനെ 5 ഷവർമ നമ്മൾ ടേസ്റ്റ് ചെയ്തു. ഇനി പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു കടയിലെ ഫുഡ് കൊള്ളത്തില്ലെന്നോ ഒരു കടയിലെ ഫുഡ് കൊള്ളാമെന്നോ അങ്ങനെ ഒന്നുമില്ല. 5 നല്ല ഷവർമ. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഷവർമേക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ ലെറ്റ്യൂസിൻ്റെയും അതായത് വെജിറ്റബിൾസിൻ്റെയും ഫ്രഞ്ച് ഫ്രൈസിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഡോമിനേറ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷെ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നില്ല എന്നെനിക്ക് തോന്നി. അപ്പം അതങ്ങനെ പോയി. ഷവർമേക്കർ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ലാത്ത രീതിയിൽ. പിന്നെ നമ്മുടെ കേക്ക്സ് ആൻഡ് കേക്ക്സ്, അത് ഞാൻ പറഞ്ഞല്ലോ, കുഴപ്പമില്ല, വേറെ ഒരു ടേസ്റ്റ്. ഈ ബാക്കി 4 ഷവർമയുടെ ടേസ്റ്റ് ആയിട്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ കേക്ക്സ് ആൻഡ് കേക്ക്സിൽ മാത്രം ഡിഫറെൻറ്റ് ടേസ്റ്റ്. അതെന്താണെന്ന് എനിക്കറിയില്ല. അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് കൊള്ളില്ല എന്നല്ല, പക്ഷെ എന്തോ ഒരു വ്യത്യസ്തത അതിനുണ്ടായിരുന്നു. കൊള്ളാമായിരുന്നു. പിന്നെ ബർഗിയിലും കേക്ക് ആൻഡ് കഫേയിലും 100 രൂപയേ ഉള്ളൂ ഷവർമയ്ക്ക്. ആ 100 രൂപയുടെ ഭയങ്കര ജസ്റ്റിസ് കാണിക്കുന്ന 2 ഷോപ്സ്. ആ 2 ഷോപ്സിൽ ബെസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ കേക്ക് ആൻഡ് കഫേ ചൂസ് ചെയ്യും. ഈ 5ലും ചിലപ്പോൾ ഒരെണ്ണം പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ കേക്ക് ആൻഡ് കഫേ ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യാം. നല്ല ഷവർമയായിരുന്നു. കാര്യം നമ്മുടെ നാടൻ രീതി, നമ്മൾ ടേസ്റ്റ് ചെയ്ത് ശീലിച്ച ഷവർമയായിരുന്നു കേക്ക് ആൻഡ് കഫേയിലെ. അപ്പം ഉറപ്പായിട്ടും ഞാൻ കേക്ക് ആൻഡ് കഫേയുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന 5 എണ്ണത്തിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യും. ഇത് മാത്രം ഈ 5 എണ്ണം അല്ലാതെ കരുനാഗപ്പള്ളിയിൽ വേറെ ഏതെങ്കിലും ഷവർമ സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടി പറയും. ഞാൻ അതും അടുത്ത വരുന്ന വീഡിയോ പെടുത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ഗൈസ്. ബൈ. ലവ് യു.